ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു 2 പിടിയോളം തൂരപ്പരിപ്പ്, സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും, ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കാം, അതല്ല മീഡിയം ടൈപ്പ് ആണെങ്കിൽ 1. ഞാൻ നല്ല ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി എടുക്കുക, നല്ല ചെറുതായിട്ട് അരിയുക. ഒരു അരമുറി സവോളയും കൂടി ചേർത്തിട്ട് ഇത് അടച്ച് വെച്ച് ഞാനൊരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. പരിപ്പ് നന്നായി വേവണം, എന്നാൽ ഒരുപാട് ഉടയാനും പാടില്ല. അപ്പോൾ അതൊന്നായി വരട്ടെ. ഈ സമയത്ത് ഒരു 10 കോവയ്ക്ക ഞാൻ 4ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നടുക്കുന്നൊന്ന് കീറി പിന്നെ അതിനെ 4ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ഉപ്പും എരിവിനനുസരിച്ച് മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ 1-1.25 ടീസ്പൂണോളം അരിപ്പൊടിയാണ്. എന്നിട്ട് ഒരു ടീസ്പൂണിൽ താഴെ മതിയാവും വിനീഗറും കൂടി ഒഴിച്ച് നന്നായിട്ട് പുരട്ടി അത് മാറ്റി വയ്ക്കാം. വിനീഗറിൻ്റെ അളവ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പുളിരസം വരും. അതുപോലെ തന്നെ അരിപ്പൊടിയും ഒരുപാട് കൂടരുത്. ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു മീഡിയം ടൈപ്പ് ഒരു സവോള കനം കുറച്ചരിഞ്ഞതും, അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി കനം കുറച്ചരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, നമ്മളിന്ന് തേങ്ങയില്ലാത്ത കറികളാണ് ചേർക്കുന്നത്. ഓപ്ഷണലാണ്. കുറച്ച് തേങ്ങാക്കൊത്തുകൂടി ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ്. ഒരു നുള്ള് ഉപ്പ്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് നല്ല കനം കുറച്ച് സ്ലൈസ് ചെയ്ത് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കനം കുറച്ച് അരിയുക. ആ ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10 മീഡിയം ടൈപ്പ് ഒരു 10 എടുത്തിട്ടുണ്ട് വെണ്ടക്കായ. അത് കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ പീസസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ നല്ല സ്ലൈസ് ചെയ്ത് ചേർക്കുക, കാരണം വെന്ത് കിട്ടണം. 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാത്രം വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ തേങ്ങ ഇല്ലാത്ത കറികളാണ് ഈ ഇടയായിട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ഒരിത്തിരി തേങ്ങാക്കൊത്ത് ചേർക്കാം, കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ തേങ്ങ ചേർക്കാത്ത കറികളിലുള്ള ഉച്ചയൂണിൻ്റെ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം നമ്മുടെ ചതച്ച വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇത്ര എരിവ് വേണ്ടാത്തവർക്ക് 1/2 ടീസ്പൂൺ ചേർത്താലും മതിയാവും. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഒതുക്കി വെച്ച് അടച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക. വെള്ളം ഒന്നും ഒഴിക്കരുത്. അതിൽ തന്നെ വെന്ത് കിട്ടണം കേട്ടോ. നന്നായിട്ട് ആവി കയറി വെന്ത് കിട്ടണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. കാരണം ഉരുളക്കിഴങ്ങ് നല്ല തിക്കായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ വേവാനുള്ള പ്രശ്നം വരും. വെണ്ടയ്ക്ക പെട്ടെന്ന് വെന്ത് പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് കനം കുറച്ച് സ്ലൈസ് ചെയ്ത് നല്ല നൈസായിട്ട് അരിയുക കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം എണ്ണ നന്നായി ചൂടാകുമ്പോൾ വേണം ഇട്ട് കൊടുക്കാനും. ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് 2 ട്രിപ്പായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടിയുടെ ഒന്നും അളവ് ഒരുപാട് കൂടരുത് കേട്ടോ. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേ നമുക്ക് തിരിച്ചിടാം. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട്, അതായത് നല്ല ക്രിസ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഒരു 1/4 ഭാഗമൊക്കെ ഫ്രൈ ആയി മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. നല്ല പോലെ ആക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പായിട്ട് കിട്ടും അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. നല്ല ക്രിസ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടു തിരിച്ചു മറിച്ചു ഇട്ട് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കാം. നല്ല കറുമുറാന്ന് കിട്ടും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോൺ സ്റ്റിക്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാൻ ഓവർ ക്രിസ്പാക്കില്ല. എനിക്ക് ഒത്തിരി ക്രിസ്പാവുന്ന ഇഷ്ടമല്ല, പക്ഷേ കുട്ടികൾക്കൊക്കെ നല്ല ക്രിസ്പാവുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്തിരി ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് 2 പുഴുങ്ങിയ മുട്ട 2ആയിട്ട് കട്ട് ചെയ്തു. ഈ മസാല ഞാൻ ഈ മുട്ടയിലേക്ക് ഒന്ന് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കോവയ്ക്ക ഫ്രൈ ചെയ്തില്ലേ, ആ ഓയിലിൽ തന്നെ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് മുട്ട ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് ദൂരോട്ട് വന്നിട്ട് ചെയ്യുക കേട്ടോ.
നല്ലപോലെ ഇത് ഞാൻ ജസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടമാണ്, അപ്പോൾ ആ ഒരു എണ്ണയിൽ തന്നെ ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് മസാല നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടല്ലോ, അപ്പോൾ എണ്ണ ഒഴിച്ചു കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോഴേക്കും ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 8-10 ചെറിയുള്ളി കനം കുറച്ച് നീളത്തിലരിയാം. ഒരു മീഡിയം ടൈപ്പ് ചെറിയുള്ളി കേട്ടോ. നല്ല വലുതൊക്കെ ആണെങ്കിൽ ഒരു 5-6 ഒക്കെ മതിയാവും. ഇതൊരു ചെറിയ സവോളയാണ്, കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായി വഴണ്ട് കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി, ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് അളവ് കൂട്ടാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാട് തൃശ്ശൂരൊക്കെയുള്ള നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചതാണ്. അപ്പം എന്താ നമ്മുടെ പരിപ്പ് അത്യാവശ്യം നല്ല പോലെ വെന്തിട്ടുണ്ട്. എനിക്കങ്ങ് ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞ് കുഴയുന്നൊരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവം എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് നന്നായി വേവണം, ആ ഒരു ഉടയാൻ തുടങ്ങുന്നൊരു പരുവമുണ്ടല്ലോ, ആ പരുവാണ് ഇഷ്ടം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് തിക്കാക്കി വെക്കരുത്. ഒരുപാട് തിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒരുപാട് കുറുകിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. വേണമെങ്കിൽ ഇത്തിരി കറിവേപ്പിലയും മല്ലിയിലയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ അതായിട്ടുണ്ട്. നമുക്ക് ചോറ് വിളമ്പാം. ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തേങ്ങ ചേർക്കാത്ത റെസിപ്പീസാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഉച്ചയോൺ റെസിപ്പീസ് 3-4 കൂട്ടം കറികളും ചേർത്തുള്ള ലഞ്ച് മെനു ആണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 4-5 വീഡിയോസായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ പൊട്ടറ്റോയും വെണ്ടയ്ക്കയും കൂടെ ഉള്ള കൂട്ടാണ്. പിന്നീട് നമ്മുടെ കോവയ്ക്ക ഫ്രൈ വെച്ചിട്ടുണ്ട്. നമ്മുടെ മുട്ട പൊരിച്ചത് കേട്ടോ. നല്ല പോലെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചു വിട്ട് നന്നായിട്ട് കളറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചിയത്, അതുപോലെ തന്നെ മാങ്ങ അച്ചാറും കൂടി, കുറച്ച് തൈരും കൂടി. എനിക്ക് ഈ പരിപ്പ് കുത്തിക്കാച്ചതിൻ്റെ കൂടെ തൈരും കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തൈര് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. നല്ല കട്ട തൈരാണ്. അപ്പോൾ സിമ്പിൾ റെസിപ്പീസാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേങ്ങ ചേർക്കാത്ത റെസിപ്പീസാണ് ചെയ്യുന്നത്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ 4-5 വീഡിയോസായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. തേങ്ങ ചേർക്കാത്ത കറികൾ ചേർത്തുള്ള ഉച്ചയോണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് നമുക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. റിപ്ലൈ തരുന്നതായിരിക്കും. നേരത്തെയുള്ള റെസിപ്പീസൊക്കെ കാണാത്തതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.